പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇതുപോലെയുള്ള ചെയറിൽ ഇരിക്കാൻ കംഫർട്ട് ഉണ്ടാവുമോ? ഞാൻ ഇരുന്നിട്ട് അതിന്റെ ഫീൽ ഒന്ന് നോക്കാം. വീട്ടിലൊക്കെ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞ് അക്സസറീസുകൾ കൂടി അതിന്റെ മുകളിൽ എക്സ്ട്രാ ആയി ഉപയോഗിച്ചാൽ വീട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഇരിക്കാൻ വളരെ നല്ല ഒരു സുഖകരമായ ഒരു സോഫയാണ്. ഇത് കാറിലുള്ള പോലെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടായിട്ടില്ല. ഇന്നൊരു ഫോൺ കോൾ വന്നതാണ്. ശ്രീ MB രാധാകൃഷ്ണൻ, തൃശ്ശൂര് പൂത്തോളാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫർണിച്ചറാണ്, ഒരു ഡൈനിങ് ടേബിൾ ആണ്. പഴയൊരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പൊ അതില് എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇതുപോലെയുള്ള ചെയറിൽ ഇരിക്കാൻ കംഫർട്ട് ഉണ്ടാവുമോ? അത് വീട്ടിലെത്തിയിട്ട് ഒന്ന് ഇരുന്ന് നോക്കണം. അത് ഞാൻ ഇരുന്നിട്ട് അതിന്റെ ഫീൽ ഒന്ന് നോക്കാം. ഇത് അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. ഒന്നും സംശയിക്കണ്ട, ഇതിലിരുന്നില്ലെങ്കിൽ പിന്നെ ഏതിലിരുന്നാലാണ് കംഫർട്ട് കിട്ടുക. അടിപൊളി ഫീലാണ്. നല്ല ഒരു ബാക്ക് സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു സ്ട്രെങ്ത്തും നല്ല സ്ട്രെങ്ത് ആണ്. ഡൈനിങ് ടേബിളും അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്, ട്രീറ്റഡ് മാഗ്നയാണ് കൊടുത്തിട്ടുള്ളത്. വീട്ടിലൊക്കെ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞ് അക്സസറീസുകൾ കൂടി അതിന്റെ മുകളിൽ എക്സ്ട്രാ ആയി ഉപയോഗിച്ചാൽ വീട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പരിസരം ഭംഗിയായിരിക്കുക എന്നുള്ളതിന് മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ ഫർണിച്ചറുകളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് വീട്ടിലുള്ള ആളുകളെ, കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുക. ഇത്തരത്തിലുള്ള അക്സസറീസ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. കാരണം നമ്മുടെ കേരള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ അല്പം ഗ്രേവി ടൈപ്പ് ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിക്കുന്ന നേരത്തെ ഇതൊന്ന് മാറ്റി വെക്കാം. അലങ്കരിച്ചിട്ടാൽ അടിപൊളി ഫീലാണ്. നമ്മുടെ അകത്തളങ്ങൾ രാജകീയമാവട്ടെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില്, മേനോൻ സാറിന്റെ വീട്ടിൽ നമ്മൾ ഡെലിവറി കൊടുത്തു. അദ്ദേഹത്തിന്റെ അപ്രിസിയേഷൻ വേർഡുകളാണ് ഇതോടൊപ്പം ഇടുന്നത്. എന്തായാലും ഈ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്ത മേനോൻ സാറിന്റെ ഫാമിലിക്കും വൈഫൈയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല ലെഗ് സപ്പോർട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തൈ സപ്പോർട്ടുള്ള ഒരു സോഫയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അടിപൊളി ആർട്ടിഫിഷ്യൽ ലെതർ ആണ്. ബാക്ക് സൈഡിൽ റെക്രോൺ ആണ്. ബാക്കി സിക്സാഗും പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ ഇതിനകത്തുണ്ട്. ഇരിക്കാൻ വളരെ നല്ല ഒരു സുഖകരമായ ഒരു സോഫയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, നമ്മൾ കാറിലുള്ള പോലെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടായിട്ടില്ല. ഇതിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യാം. ഇതെന്താ വെച്ചാൽ വീട്ടിലുള്ള മാഗസിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലോസ് ആക്കി ഒരു അതിഥി വരുമ്പോൾ നമുക്ക് വീട് നീറ്റായി കിടക്കും. കോഫിയോ മറ്റോ വെക്കണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഈ കോഫി ടേബിളിന്റെ മുകളിലേക്ക് പോകേണ്ടതില്ല. ഇവിടെ തന്നെ കോഫി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ്, നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ മൊബൈൽസ് ഒക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിനോടനുബന്ധമായ ഒരു പ്രൊഡക്റ്റോട് പരിചയപ്പെടുത്താനുണ്ട്. ഇതല്ല, ഈ ഒരു കോഫി ടേബിൾ ആണ്. കോഫി ടേബിൾ മാപ്പിൾ ടൂണിന്റെ ആണ്. ഡിസൈൻ മികവെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടിപൊളി ഡിസൈൻ ആണ്. ഇത് PU കോട്ടഡ് ആണ് ചെയ്തിട്ടുള്ളത്. MDFന്റെ മുകളിൽ PU കോട്ടഡ് ആണ്. പാർട്ടിക്കിൾ ബോർഡാണ് ഈ ഭാഗം വരുന്നത്. അടിയിൽ വുഡാണ് വരുന്നത്. ഒരു അടിപൊളി കോഫി ടേബിൾ. ഫർണിച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് കുത്തി പൊട്ടിച്ചോളൂ. എപ്പോഴും നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ഫർണിച്ചറുകളുടെ ഒരുപാട് അറിവുകളും പ്രൊഡക്റ്റുകളും നമ്മുടെ മുന്നിലേക്ക് ഈസിയായി എത്തും.